സുഹറ ആ ഗ്രാമത്തിലെ മുഖവലയിൽ ബസ്സിറങ്ങി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. എൻ്റെ അമ്മോ, അടിപൊളി സ്ഥലം! വലിയ പുഴയും നീളമുള്ള തീവണ്ടിപ്പാലവും. കുറച്ചു സമയം അവൾ അറിയാതെ അതിന്റെ ഭംഗി നോക്കി നിന്നുപോയി. അവൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടി ഓട്ടോറിക്ഷയിൽ കയറാൻ വരുന്നത് കണ്ട് എല്ലാ ഡ്രൈവർമാരുടെയും കണ്ണുകൾ അവളിലേക്കായി. വെളുത്തുമെലിഞ്ഞ് സുന്ദരിയായ സാരി ഉടുത്ത ഒരു പെൺകുട്ടി. ഇപ്രാവശ്യം കോള് ഹമീദ്ക്കാക്ക് തന്നെ. അയാളാണ് മുന്നിലുള്ളത്. ക്യൂവിൽ മുന്നേ നിൽക്കുന്ന ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നപ്പോൾ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഓട്ടോ ഡ്രൈവർ ഹമീദ്ക്ക് ചോദിച്ചു, എങ്ങോട്ടാ മോളെ? സ്ഥലത്തിന്റെ പേര് അവൾക്കറിയില്ല. അവൾ ഒരു നിമിഷം ആലോചിച്ചു. കാരണം ജമീലാത്ത ലാൻഡ് നെയിം ഒന്നും പറഞ്ഞില്ല. പള്ളിപ്പുറം കവലയിൽ ബസ്സിറങ്ങി വീട്ടുപേര് പറഞ്ഞാൽ മതിയെന്നാ പറഞ്ഞത്. വീടിന്റെ പേര് അതെനിക്കറിയാം. എന്താ ആലോചിക്കുന്നേ? എവിടെയാ പോകേണ്ട മോളെ? സുൽത്താൻ പാലസ്, അവൾ പറഞ്ഞു. റബ്ബേ, ഷാനുവിന്റെ വീട്ടിലേക്കാണോ? അതാരാ? ഡ്രൈവറുടെ ഭയം കണ്ട് സുഹറ പേടിയോടെ ചോദിച്ചു. ഷാനവാസ് എന്നാണ് അവന്റെ പേര്. സുൽത്താൻ കോയാക്കാന്റെ ഒരേ ഒരു മകനാ. അതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. സുൽത്താൻ കോയാക്കും ഭാര്യ റംലക്കുമൊക്കെ വയസ്സായി. മോളെന്തിനാ അങ്ങോട്ട് പോകുന്നേ? ഞാനവിടെ വീട്ടുജോലിക്ക് പോകുന്നതാ. മുമ്പുണ്ടായിരുന്ന ജമീലാത്ത വയ്യാണ്ട കിടപ്പിലാണല്ലോ. അവരുടെ ഒഴിവിലേക്ക്. അത് കേട്ട് ഓട്ടോ ഡ്രൈവർ അവളെ അടിമുടിയൊന്ന് നോക്കി. റബ്ബേ! ഓട്ടോ ഡ്രൈവർ ഹമീദ്ക്ക ഉള്ളിൽ പഠിച്ചോനെ ഒരു വിളി വിളിച്ചു പോയി. തക്കാളി പോലുള്ള മുഞ്ചുള്ള ഈ പെണ്ണ്, ഇവൾ ഷാനു എന്ന പെണ്ണുപിടിയന്റെ വീട്ടിലേക്ക് ജോലിക്ക് പോയാലുള്ള സ്ഥിതി ആലോചിക്കുമ്പോൾ അയാളുടെ കണ്ണിൽ ഇരുട്ട് കയറി. അവിടുത്തെ ജോലിക്കാരി ജമീലാത്ത എനിക്കറിയാം. എന്നാലും വയസ്സാം കാലത്ത് അവർ ഈ ചതി പെൺകൊച്ചിനോട് ചെയ്തല്ലോ. ഇനി ഒരു പക്ഷേ അവന് പറ്റിയ വല്ല പോക്ക് കേസുമായിരിക്കോ ഈ പെൺകുട്ടി? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അങ്ങനെ ആലോചിച്ചു കൊണ്ട് ഓട്ടോ ഡ്രൈവർ അവളോട് ചോദിച്ചു, ജമീലാത്ത വേറൊന്നും പറഞ്ഞില്ല മോളെ? ഇല്ല, എന്ത് വേറെ പറയാൻ? ഈ ഷാനുവിന്റെ സ്വഭാവത്തെക്കുറിച്ചേ ഹമീദ്ക്ക് ആകാംക്ഷയോടെ ചോദിച്ചു. പറഞ്ഞല്ലോ, നല്ല തങ്കക്കുടം പോലുള്ള സ്വഭാവം എന്നാ പറഞ്ഞത്. ചെല്ല്. ഓട്ടോ ഡ്രൈവർ മനസ്സിൽ പറഞ്ഞ് വണ്ടി മുന്നോട്ടെടുത്തു. ദേ, ഇതാണ് സുൽത്താൻ പാലസ്. ഓട്ടോ ഗേറ്റിന് മുന്നിൽ നിർത്തി. അവൾ ഇറങ്ങി. എത്രയായിക്കാ? 45 രൂപ. അവൾ ആ പൈസ കയ്യിൽ നൽകി. അയാൾ അത് വാങ്ങി പോക്കറ്റിൽ ഇടുമ്പോൾ പറഞ്ഞു, മോളെ, നിന്നെ കാണുമ്പോൾ ഒരു പാവമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പറയാണ്, ഇവിടുത്തെ ആ ചെക്കൻ ആളത്ര ശരിയല്ല. ഈ നാട് മുഴുവൻ അവനെ മോശം പറയുകയാണ്. അത്രമാത്രം അവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. എന്തായിക്കാ? സുഹറ അത്ഭുതത്തോടെ ചോദിച്ചു. അവനൊരു പെണ്ണുപിടിയനാ, അയാൾ അടക്കം പറഞ്ഞു. എന്നുവെച്ചാ സ്ത്രീകൾ, അതവന്റെ ദൗർബല്യമാണ്. സ്ത്രീകളെ കിട്ടിയ അവൻ വെറുതെ വിടില്ല, അയാൾ വിശദീകരിച്ചു. സുഹറ ഒരു നിമിഷം ആലോചിച്ചു. പക്ഷേ ജമീലാത്ത അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവൾ സംശയത്തോടെ പറഞ്ഞു. കിളവിയായി വീട്ടിൽ കുത്തിയിരുന്ന് ജോലി ചെയ്യുന്ന ജമീലാത്തക്ക് എന്തറിയാം? നാട്ടിലിറങ്ങിയാൽ അവൻ ചെയ്തു കൂട്ടുന്ന പോക്രിത്തരങ്ങൾ ഞങ്ങൾ കാണുന്നതല്ലേ. ഒരു പക്ഷെ വീട്ടുകാരുടെ മുന്നിൽ അങ്ങനെ ആയിരിക്കാം. ആട്ടെ, കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞതാണോ? അല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാ. ഇപ്പോൾ വെക്കേഷൻ ലീവാണ്. ആണോ? എങ്കിലൊന്ന് വളരെ സൂക്ഷിക്കണം. ഇക്കൊന്ന് ചിലക്കാണ്ട് പോയേ, ഞാൻ നോക്കിക്കൊള്ളാം. രാവിലെ തന്നെ മനുഷ്യന്റെ മൂഡ് കളയാതെ. അത് കേട്ടപ്പോൾ അയാൾ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. കുട്ടി പുലിമടയിലേക്കാ കയറി ചെല്ലുന്നത്, അത് ഓർമ്മ വേണം. അയാൾ അല്പം ദേഷ്യം കലർന്ന പുച്ഛത്തോടെ പറഞ്ഞു. പുലിമടയായ നരിമടയായാലും ഈ സുഹറാക്ക് പുല്ലാണ്. ഇക്കാക്ക് എന്നെ കൊണ്ടുവിട്ട് തന്നതിന്റെ വാടക കിട്ടിയല്ലോ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ സ്ഥലം വിടാൻ നോക്ക്. ഇതിലും വലുത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാ സുഹറ ഈ ജോലിക്കിറങ്ങിയത്. സുഹറക്കപ്പോൾ ദേഷ്യം വന്നു. മതിലിന്റെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്ന സുൽത്താൻ പാലസ് എന്ന ബോർഡിലേക്ക് അവൾ നോക്കി. ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. സുഹറയെ സ്വീകരിക്കാൻ സുൽത്താൻ കോയന്റെ ഭാര്യ റംല മുറ്റത്ത് വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു. സുഹറ അവിടുത്തെ അടുക്കളയിൽ ജോലിക്ക് പ്രവേശിച്ചു. അപ്പോൾ അടുക്കളയിലെത്തിയ റംല ഉമ്മ പറഞ്ഞു, ഉച്ചത്തേക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കുന്നതിന് മുമ്പായി ഷാനുവിന് ബ്രേക്ക്ഫാസ്റ്റ് വേണട്ടോ. അപ്പവും കറിയും ഉണ്ടാക്കുമോ? സുഹറ പറഞ്ഞു, ഉണ്ടാക്കാലോ ഉമ്മ. മോളെ സുഹറ, നാളെ ഇച്ചിരി നേരത്തെ വരണേ. ആ ശരി ഉമ്മ. അതിനു മുമ്പായി ഈ കട്ടൻ ചായ മോള് മുകളിലുള്ള ഷാനുവിന്റെ റൂമിൽ കൊണ്ടുപോയി കൊടുക്ക്.
അതും പറഞ്ഞ് റംല ഉമ്മ ചായക്കപ്പ് അവളെ ഏൽപ്പിച്ചു. അവൾ ആ കപ്പ് വാങ്ങി ഷാനു ഉറങ്ങുന്ന മുകളിലുള്ള നിലയിലെ റൂമിലേക്ക് പോകാൻ സ്റ്റെയർ കേസ് കയറിപ്പോയി. പാതി ചാരിയ റൂമിനകത്തു നിന്നും വലിയ സ്പീഡിൽ ഫാൻ കറങ്ങുന്ന ശബ്ദം കേൾക്കാം. അവൾ ഡോറിനിടയിലൂടെ തലയിട്ട് റൂമിലേക്ക് നോക്കി. ബെഡിൽ തലവഴി മൂടി പുതച്ച് ചുരുണ്ടു കിടക്കുന്ന രൂപം കണ്ടു. ഷാനുക്ക, ഷാനുക്ക, ഹലോ. ശബ്ദം കേട്ട് അവൻ ഉണർന്നു. പുതപ്പ് തലയിൽ നിന്നെടുത്ത് അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. വെളുത്തു മെലിഞ്ഞ ഒരു പെൺകുട്ടി ചായക്കപ്പുമായി തന്നെ വിളിക്കുന്നു. സ്വപ്നമാണോ കാണുന്നത് എന്ന് അവൻ ഒരു നിമിഷം സംശയിച്ചു പോയി. ബെഡ് കോഫി ഉമ്മ തന്നിട്ടതാ, അവൾ പറഞ്ഞു. നീ ആരാ? അവൻ അവളെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഇവിടുത്തെ സർവന്റായി വന്നതാണ്. ഓ, അത് ശരി, അവിടെ വെച്ചേക്കൂ. സുഹറ ടീപ്പോയുടെ മുകളിൽ ചായക്കപ്പ് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ട്ടോ, അവൾ പറഞ്ഞു. ആഹാ, കൊള്ളാലോ നീ. പൊയ്ക്കോ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അവൾ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് കടന്നു. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഷാനുവിന്റെ റൂം വൃത്തിയാക്കാൻ ചെന്നതായിരുന്നു സുഹറ. ആ സുഹറ, നീ വന്നോ? റൂമിൽ അപ്പടി പൊടിയാ. ഞാൻ ഉമ്മയോട് പറഞ്ഞു ഇത് വൃത്തിയാക്കണമെന്ന്. അതും പറഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു അവൻ. സുഹറയെ കണ്ടപ്പോൾ വേഗം എഴുന്നേറ്റ് റൂമിന് പുറത്തു പോയി. സുഹറ ഷാനവാസിന്റെ വീട്ടിലെ അടുക്കള ജോലിക്ക് വന്നിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ. ആ നാട്ടിലെ ധനാഢ്യരായ ദമ്പതികളുടെ മകനാണ് ഷാനു. അവൻ അവളോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഇഷ്ടമായി അവന് അവളെയും ജോലിയും പെരുമാറ്റവും ഒക്കെ. ഒരു ദിവസം സുഹറ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പൊ ഷാനു അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, അല്പം ചൂടുവെള്ളം കിട്ടുമോ? അതിനെന്താ, തരാലോ. ഒരു ഗ്ലാസ് വെള്ളം അവൾ അവന് നൽകി. വെള്ളം കൊടുത്തതും ഷാനു സുഹറയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ പെട്ടെന്ന് ഭയന്നുപോയി. പിന്നീട് ഒരു ദിവസം സുഹറ ജോലിയൊക്കെ കഴിഞ്ഞ് പുറത്ത് കിച്ചണിന്റെ വർക്കേരിയയിൽ ഇരുന്ന് നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ അവളുടെ മുടി ചീകി കൊടുക്കുകയായിരുന്നു. ആ സമയത്താണ് ഷാനു അങ്ങോട്ട് കടന്നു വന്നത്. അടിപൊളി, രണ്ടാളും മുടി അഴിച്ചിട്ടിരിക്കുകയാണല്ലോ. ഞാൻ ഇവളുടെ മുടി ചീകി കൊടുക്കുകയായിരുന്നു മോനെ. കണ്ടില്ലേ, നിന്റെ ഷൈമയുടെ പോലെ തന്നെ ചുരുണ്ട മുടിയാ ഇവൾക്ക്, ഉമ്മ പറഞ്ഞു. ശരിയാണല്ലോ, മാത്രമല്ല ആ കാക്കാപ്പുളിയും അവൾക്ക് അങ്ങനെ തന്നെയുണ്ട്. അതെ അതെ, ഞാനും അത് ഇവളോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഉമ്മ ഷൈമയുടെ കാര്യമൊക്കെ അവളോട് പറഞ്ഞോ? ഷാനു അല്പം നീരസത്തോടെ ചോദിച്ചു. ഇവൾ പഠിച്ച പെണ്ണാ. നീ ഇവിടെ ജോലിക്കൊന്നും പോകാതെ നട്ടുച്ചവരെ കിടന്നുറങ്ങുന്നത് കൊണ്ട് ഇവൾ എന്നോട് ചോദിച്ചു നിന്നെ പറ്റി. ഇവൾ നമ്മുടെ കൊച്ചല്ലേ. അങ്ങനെ വിഷമമൊക്കെ ഞാൻ ഇവളോട് പറഞ്ഞു. വേണ്ടായിരുന്നു ഉമ്മ, കണ്ണിൽ കണ്ടവരോടൊക്കെ പറയണ്ടായിരുന്നു. ഞാൻ കണ്ണിൽ കണ്ടവളൊന്നുമല്ല, ഞാൻ ഇവിടുത്തെ പെണ്ണാ. ഇല്ല ഉമ്മ, എന്നോട് പറഞ്ഞ ഒരു കുഴപ്പവുമില്ല. അത് തന്നെ മോളെ, ഉമ്മ അത് ശരിവെച്ചു. പക്ഷെ ഷാനു ഒന്നും മിണ്ടാതെ നടന്നുപോയി. നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നറിഞ്ഞപ്പോ അവന് വിഷമമായി കാണും. പാവം ഉമ്മ സുഹറയോട് പറഞ്ഞു. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഷാനുക്കാക്ക് എന്നോട് ദേഷ്യം കാണുമോ? എന്നോട് പിണങ്ങുമോ? പഠിച്ചോനെ, പിണങ്ങല്ലേ. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് സുഹറ അടുക്കളയിൽ കയറി ജോലി തുടങ്ങി. എന്നും വീട്ടുവേഷത്തിൽ ചടഞ്ഞു കൂടുന്ന ഷാനു അന്ന് കുളിച്ച് പുറത്തു പോകാനുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഹാളിൽ വന്നിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അന്ന് ആദ്യമായി അവൻ താഴത്തെ ഹാളിൽ വന്നിരുന്ന് TV ഒക്കെ കണ്ടു. അവനെ കണ്ട സുഹറ അവനോട് ചോദിച്ചു, ഇക്കാക്ക് കുടിക്കാനോ കഴിക്കാനോ വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട, ശബ്ദത്തിൽ അല്പം മയം വരുത്തി അവൻ പറഞ്ഞു. പുറത്തു പോകുന്നുണ്ടോ? സുഹറ ചോദിച്ചു. പോകണമെന്നുണ്ട്, നോക്കട്ടെ. അതും പറഞ്ഞ് അവൻ പുറത്തെ സിറ്റൗട്ടിൽ ഇരിക്കുന്ന തന്റെ ബുള്ളറ്റിനടുത്തേക്ക് ചെന്നു. അല്പനേരത്തെ പരിശ്രമത്തിനു ശേഷം അത് സ്റ്റാർട്ടായി. കുറേ നാളായിരുന്നു ഉപയോഗിക്കാതെ വെച്ചിട്ട്. അൽഹംദുലില്ലാ, എന്റെ പഴയ ഷാനുമോനെ എനിക്ക് തിരിച്ചു തന്നെ റബ്ബേ. വാതിൽപ്പടിയിൽ നിന്നും ബുള്ളറ്റിൽ പുറത്തു പോകുന്ന മകനെ നോക്കി ഉമ്മ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. സുഹറ ഉമ്മയെ നോക്കി ചോദിച്ചു, ഷൈമ മരണപ്പെട്ടു എന്നറിഞ്ഞ ശേഷം പുറത്തു പോയിട്ടില്ലേ ഈ ഷാനുക്ക? ഉമ്മ, അതേ മോളെ, ഇന്നാണ് അവൻ ഈ ഗേറ്റിന് പുറത്തെ വെളിച്ചം കാണുന്നത്. തങ്ങൾ പറഞ്ഞിരുന്നു കുറച്ചു ദിവസം കൊണ്ട് എല്ലാം നേരെ ആകുന്നു. ഏതായാലും നാളെ വെള്ളിയാഴ്ചയല്ലേ, ഞാനും ബാപ്പായും തങ്ങളെ കാണാനൊന്ന് പോയി നോക്കട്ടെ. ഷാനും ബുള്ളറ്റ് എടുത്ത് പുറത്തു പോകുന്നത് കണ്ട് മാതാപിതാക്കൾക്ക് സന്തോഷമായി. പിറ്റേന്ന് രാവിലെ തന്നെ സുൽത്താൻ കോയയും റംല ഉമ്മയും തങ്ങളെ കാണാൻ പോയി. അന്ന് ഷാനു നേരത്തെ ഉണർന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പുറത്തിറങ്ങാൻ നേരത്ത് സുഹറയോട് ചോദിച്ചു, സുഹറ വരുന്നോ? നമുക്കൊരിടം വരെ പോകാം.
എവിടേക്കാ? അതൊക്കെയുണ്ട്, വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വാ. അല്ലാ, ഇതെന്ത് കഥ? വീട്ടിലാണെങ്കിൽ ആരുമില്ല. ഒരു ട്രിപ്പ് അത്ര തന്നെ, പേടിക്കാനൊന്നുമില്ല, ഷാനു പറഞ്ഞു. ബുള്ളറ്റിൽ കയറിയ മൊഞ്ചൻ ചെക്കന്റെ കൂടെ അതാലോചിക്കുമ്പോൾ അവൾക്ക് മോഹം തോന്നി. അല്ല, ഇവന്റെ ഒരു വട്ട്. ഒരു നിമിഷം അതും ആലോചിക്കുമ്പോൾ അവൾക്ക് ഭയം തോന്നി. വാ, കൂടുതൽ ആലോചിക്കണ്ട, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. കോളേജിൽ വെച്ചിട്ട് ഇതിലും വലിയ കൊമ്മന്റെ കൂടെ ട്രിപ്പ് പോയിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോ ഇതെന്ത്? പിന്നെ ഇപ്പൊ ഉള്ളിലൊരു മോഹമുണ്ട്. ശരി ഷാനുക്ക, ഒരു 10 മിനിറ്റ്. ബുള്ളറ്റിൽ കയറി അവന്റെ കൂടെ പോകുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. ഒരു 10-20 കിലോമീറ്റർ ദൂരെ പോയി കാണും. ചുരങ്ങൾ കയറി ഒരു ഹൈ റേഞ്ച് വ്യൂ ലഭിക്കുന്ന ഹൈവേ സൈഡിൽ അവൻ വണ്ടി ഒതുക്കി. ഇറങ്ങിക്കോ. അവൾ ഇറങ്ങി. ഇവിടെ ഇഷ്ടമാണോ? അവൾ ചോദിച്ചു. ഇഷ്ടമുണ്ടായിട്ടല്ല, ഇതിലെ ഞാൻ വരാറേയില്ല. ഇനി ഒരിക്കലും എനിക്ക് വരാനും സാധിക്കില്ലായിരുന്നു. നീ കൂടെ ഉള്ള ധൈര്യത്തിലാണ് ഞാൻ വന്നത്. നിന്റെ സാമീപ്യമാണ് അതിനുള്ള മനഃശക്തി തന്നത്. ഇതിലെ സഞ്ചരിക്കുമ്പോഴാണ് അന്ന് അപകടം ഉണ്ടായത്. അവനൊരു കീച്ചെയിൻ അവൾക്ക് നേരെ നൽകി പറഞ്ഞു. ഇതിലെ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടോ? അവൾ നോക്കി. ഇതാണോ ഷാനുവിന്റെ ഷൈമ? അതെ, ഇതാണ് എന്റെ ഷൈമ, അവൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം അവളുമായി ബുള്ളറ്റിൽ താൻ സഞ്ചരിക്കുമ്പോൾ ഒരു അപകടത്തിൽ വെച്ച് അവളെ നഷ്ടപ്പെട്ടെന്നും അവളുടെ ഛായയാണ് നിനക്കെന്നും മുഖത്തുള്ള മറുകും ചുരുണ്ട മുടിയും അവളെപ്പോലെ തന്നെ തോന്നുന്നെന്നും താൻ അറിയാതെ തന്റെ മനസ്സ് സുഹറയെ ഇഷ്ടപ്പെടുന്നുവെന്നും അവൻ കണ്ണീരോടെ പറഞ്ഞപ്പോൾ സുഹറ തകർന്നു പോയി. അത് ശരിയായിരുന്നു. രൂപസാദൃശ്യം ഒരു പക്ഷേ മനസ്സിന് സമാധാനം നൽകുന്നുണ്ടാവാം. ഇഷ്ടപ്പെട്ടവളെ തിരികെ കാണുന്ന ഒരു ഫീൽ ലഭിക്കുന്നുണ്ടാവാം. അവരുടെ ശരീരപ്രകൃതവും പെരുമാറ്റ ശൈലിയും ഉണ്ടായാൽ കുറെ കൂടി സാമ്യം തോന്നാം. പാവം, തന്നെ അപകടത്തിൽപ്പെട്ട ഷൈമയായിട്ടാണ് ഷാനു കാണുന്നത് എന്ന ബോധം സുഹറയിൽ സഹതാപം ഉളവാക്കി. സുഹറയുടെ ആ സഹതാപം അവനോടുള്ള സ്നേഹമായി മാറി തുടങ്ങുകയായിരുന്നു. വിവാഹം കഴിക്കാൻ വെറും നാളുകൾ ബാക്കി നിൽക്കെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുകൂടി അറിഞ്ഞപ്പോൾ സുഹറയുടെ ഉള്ളിലൊരു നൊമ്പരം ഉണർന്നു. എങ്കിലും അവൾക്കൊരു സംശയം. അവൾ വെട്ടി തുറന്ന് ഷാനുവിനോട് ചോദിച്ചു. ഓട്ടോ ഡ്രൈവർ ഹമീദ് ഷാനു മോശാണെന്നാണല്ലോ പറഞ്ഞത്. അതെന്താ കാരണം? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നാട്ടുകാർ എന്താ ഇക്ക മോശാണെന്ന് പറയുന്നത്? സഹതാപമല്ലേ തോന്നേണ്ടത്? ആ, അതാണ് രസം. ഞാൻ ഏതോ പെണ്ണുമായി ഒരു നാട്ടിൽ കറങ്ങുമ്പോൾ അപകടമുണ്ടായി അവളെ കൊലക്ക് കൊടുത്തു എന്നൊക്കെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. അവനൊരു നെടുവീർപ്പോടെ അത് പറഞ്ഞു ചിരിച്ചു. ഷൈമയുമായി ഞാൻ പലയിടത്തും കറങ്ങുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. അതാണ് തന്നെ മോശമാണെന്ന് പറഞ്ഞതെന്നും ഷാനു കൂട്ടിച്ചേർത്തു. അവൾ ഒരു മോഡൽ ഗേൾ ആയതുകൊണ്ട് പല വേഷത്തിലും വരുന്നത് അവൾ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ നാട്ടുകാർക്കായില്ല എന്നവൻ ഒരു ചിരിയോടുകൂടി പറഞ്ഞു. ആ സംഭവത്തിന് ശേഷം ഡിപ്രഷനിൽ കിടക്കുകയായിരുന്ന ഞാൻ പുറത്തിറങ്ങിയ പല പെൺകുട്ടികളെയും ആകാംക്ഷയോടുകൂടി ഞാൻ എന്റെ ഷൈമയെ തിരയുമായിരുന്നു. ആ സ്വഭാവം കൂടി നാട്ടുകാർക്കിടയിൽ എന്നെ മോശം നിലയിലേക്ക് തരം താഴ്ത്തി. സത്യത്തിൽ ഏകദേശം എന്റെ ഷൈമയുടെ പെരുമാറ്റ ശൈലിയും രൂപസാദൃശ്യവുമുള്ള സുഹറയെ കണ്ടപ്പോൾ തൊട്ടാണ് ഒരു ആശ്വാസം എന്റെ ജീവിതത്തിൽ വന്നു തുടങ്ങിയത്. ഞാൻ നിങ്ങളുടെ ഷൈമക്ക് പകരമാകുമെന്ന് ഉറപ്പാണോ? സുഹറ ചോദിച്ചു. എന്റെ ഷൈമക്ക് പകരം ആരുമാകില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ എന്റെ ഇപ്പോഴത്തെ നല്ല മാനസികാവസ്ഥയ്ക്ക് സുഹറ ഒരു കാരണമാണെന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിൽ എന്നെ കെട്ടാൻ ആഗ്രഹമുണ്ടോ ഷാനുക്കാക്ക്? ഇതെങ്ങനെ ഞാൻ പറയണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടാണ്. ആട്ടെ, നിനക്ക് എന്നെ ഇഷ്ടാവോ? എന്നെ ഇത്രയും നന്നായി മനസ്സിലാക്കിയ പെണ്ണ് എന്നുള്ള നിലയിൽ സംശയം വിഷയമൊന്നും ബാക്കി ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇല്ല, അവൾ മൂളി. എങ്കിൽ എന്റെ ഷൈമയുടെ സ്ഥാനത്തേക്ക് വന്നോളൂ. അപ്പോ ഷാനു എന്നെ നിക്കാതെ കഴിക്കുവോ? നിക്കാതെ കഴിക്കുമടി എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ച് ഇരുവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അന്ന് വൈകിട്ട് തങ്ങളെ കാണാൻ പോയ ഷാനുവിന്റെ മാതാപിതാക്കൾ തിരിച്ചെത്തി. എല്ലാം ശുഭമായി കലാശിക്കുമെന്ന് തങ്ങൾ പറഞ്ഞു. മോനിനി പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല. എല്ലാം പഴയതുപോലെ ഭംഗിയായി വരും. അതെ ഉമ്മ, ഞാൻ നാളെ മുമ്പ് പോയിക്കൊണ്ടിരുന്ന IT കമ്പനിയിൽ ജോലിക്ക് പോകും. ആണോ? അൽഹംദുലില്ലാ, സന്തോഷമായി ഉമ്മ ആശ്വാസത്തോടെ പറഞ്ഞു. രാത്രിയിൽ അവൻ ഉമ്മയുടെ അടുത്ത് ചെന്ന് തന്റെ മനസ്സിലുള്ള ആ ഒരു കാര്യം തുറന്നു പറഞ്ഞു. എന്റെ എല്ലാ മാറ്റത്തിനും കാരണം നമ്മുടെ സുഹറയാണ്. എനിക്ക് സുഹറയെ ഇഷ്ടമാണ് ഉമ്മ. ഞാനത് അവളോട് പറഞ്ഞു. അവൾക്കും താല്പര്യമുണ്ട്.
അവളും എന്നെ ഇഷ്ടപ്പെടുന്നു. റബ്ബേ, ഞാൻ എന്തായി കേൾക്കുന്നേ? എനിക്ക് പെരുത്തിഷ്ടായി. ഡിപ്രഷനിലായ മകന്റെ മാറ്റം കണ്ട് സുൽത്താൻ കോയക്കും ഭാര്യ റംലക്കും ഏറെ സന്തോഷമായി. ഷാനുവും സുഹറയും തമ്മിലുള്ള നിക്കാഹ് തൊട്ടടുത്തുള്ള വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ ഗംഭീരമായി നടന്നു.